ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ രാധികയും വാസന്തിയും കൂടി ചേർന്ന് സംസാരിക്കുകയാണ്. വൈകിട്ട് രാധികയുടെ അച്ഛൻ വരുമെന്ന് വാസന്തി പറഞ്ഞപ്പോൾ രാധികയാണെങ്കിൽ ചെറിയൊരു നീരസത്തോടെയാണ് ചോദിക്കുന്നത്, അച്ഛനിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള ആഗ്രഹം കാണും എന്നൊക്കെ വാസന്തി അവിടെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് രുക്മിണിയും അതുപോലെ തന്നെ രാജേശ്വരി അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം പറയുന്നുണ്ട്, ചേച്ചി പോയത് കൊണ്ടായിരിക്കും ഇന്ന് അവളുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും അവളുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, നമുക്ക് അകത്തേക്ക് പോവാം. രുക്മിണി പറഞ്ഞപ്പോൾ രാജേശ്വരി പറഞ്ഞു, ചേച്ചി അവിടെ നിൽക്ക്, അവരെന്താ പറയുന്നതെന്ന് കേൾക്കാലോ. അയ്യോ, നിന്നോടല്ലേ രാജി പറഞ്ഞത്, വാ അകത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് രാജയെ ഉന്തി തള്ളിയിട്ട് രുക്മിണി അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ രാധികയാണെങ്കിൽ വാസന്തിയോട് ചോദിക്കുകയാണ്, എന്തിനായിരിക്കും അച്ഛൻ ഇപ്പോൾ വരുന്നത്? എടി, നിന്റെ അച്ഛനല്ലേ, നിന്നെ കാണാൻ ആഗ്രഹം കാണില്ലേ? അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാൻ വരണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? വന്നിട്ട് പൊയ്ക്കോട്ടെടി. എനിക്കെന്തോ അച്ഛൻ പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട് മാമി. ഏയ്, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം വെറുതെ വരുന്നതായിരിക്കും നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. നീ ഭക്ഷണം കഴിക്ക്. വാസന്തിക്ക് അതിന് വലിയ സംശയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വാസന്തി ഫോണും കൊണ്ട് പുറത്തേക്ക് പോവാണ്. ഹലോ ഹലോ, കേൾക്കുന്നില്ല, റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളുടെ പഴയ വീടല്ല, പുതിയ വീടാണ്. എന്നിട്ട് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടു നമ്പർ 32 ഈ തെരുവിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വീട് ഞങ്ങളുടേതാണ്, നിനക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മറുപടി എന്നോണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാണ് വീടുണ്ടാക്കിയെന്നോ? ഇപ്പോൾ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഗൃഹപ്രവേശം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറിയിട്ട് പുതിയ വീടാണ് ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഓ, അങ്ങനെയാണോ? അഡ്രസ്സ് മാറ്റണമെന്നുണ്ടോ? ശരി ശരി, എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അഡ്രസ്സ് മാറ്റി എഴുതാൻ വേണ്ടി പറയാം. ഇപ്പോൾ തൽക്കാലം നീ കൊണ്ടുവരില്ലേ, അതിനുശേഷം ഞാൻ മാറ്റി എഴുതിക്കോളാം. നീ പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നീലനും ഇന്ദുവും കൂടെ ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും മുൻസീറ്റിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നീലനാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. കാരണം വാസന്തി റോട്ടിൽ നിന്നുകൊണ്ടാണ് റേഞ്ചിലായിട്ട് ഫോൺ ചെയ്യുന്നത്. അമ്മ എന്തിനാ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നത്? വാ അമ്മ, അകത്തേക്ക് പോവാം. അപ്പോഴേക്കും കോള് കട്ട് ചെയ്യാണ്. ശരി മോനെ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് വാസന്തി കോള് കട്ട് ചെയ്യുന്നുണ്ട്. എടാ നീല, ഞാൻ വീണ്ടും വന്ന് റോട്ടിൽ ഇരുന്നതാണെന്നാണോ നീ കരുതിയത്? നമുക്ക് ഗ്യാസ് തരുന്ന ചെക്കൻ അഡ്രസ്സ് ചോദിച്ചതാ. അതിന് എന്തോ അഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി എഴുതി കൊടുക്കണം എന്നാ പറഞ്ഞത്. അത് നീ മാറ്റി എഴുതി കൊടുത്തേക്കണം. ശരിയമ്മ. ആ പയ്യനാണെങ്കിൽ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. വാടക വീടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ സ്വന്തം വീട്ടിലാണ് വന്നത്, ഇനി അഡ്രസ്സ് മാറില്ല എന്ന്. അവർ നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നീലനും ഇന്ദുവും പരസ്പരം നോക്കിയിട്ട് നീലൻ അമ്മയോട് പറയുന്നുണ്ട്, ശരിയമ്മ, വാ അകത്തേക്ക് പോവാം. നീല, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോയിക്കോ, നിന്റെ അമ്മാവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അഡ്രസ്സ് തെറ്റാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് തന്നെ നിൽക്കുന്നത്. അദ്ദേഹം വന്നാൽ ഞാൻ അദ്ദേഹത്തെ കൈയോടെ കൂട്ടിയിട്ട് അകത്തേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോയിക്കോ. വാ ഇന്ദു, അകത്തേക്ക് പോവാം. അവർ രണ്ടുപേരും അകത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ പിന്നെ ഇന്ന് പെട്ടെന്ന് വാസന്തി വിളിക്കുകയാണ്, എടാ നീല ഒന്ന് നിൽക്ക്. അവൻ തിരിഞ്ഞു നോക്കുകയാണ്. അല്ല, ഓട്ടോറിക്ഷ നീ ഓടിച്ചിട്ട് വന്നതുപോലെയാണല്ലോ തോന്നിയത്. അത് കേട്ടതും ഇന്ദുവിൻ്റെയും നീലൻ്റെയും മുഖത്ത് ആകെ ഒരു ടെൻഷൻ ഉണ്ട്. അമ്മ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു പേടിയും വെപ്രാളവും ഒക്കെ. അപ്പോൾ നീലൻ പറയണം, അതേ അമ്മ, ഞാനാണ് ഓട്ടോ ഓടിച്ചിട്ട് വന്നത്. നീ എപ്പോഴാണ് ഓട്ടോ ഓടിക്കാനൊക്കെ പഠിച്ചത്? അവർ തിരിച്ചു ചോദിക്കുകയാണ്. അത് പിന്നെ ഇന്ദുവാണ് എനിക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു തന്നത്. പിന്നെ ഞാൻ അവിടെ തൊട്ടൊന്നും ഓടിച്ചതില്ല, ഈ മുക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിച്ചു മാത്രം വന്നതാണ്. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, കയ്യിലുള്ളത് ശ്രദ്ധിക്കാതെ പറന്നു പോകുന്നതിൻ്റെ പിന്നാലെ പോവരുത്. നിനക്കൊരു കാര്യം അറിയാമോ? അറിയാവുന്ന ജോലി ചെയ്യുന്നവന് അതിനനുസരിച്ചുള്ള മാർഗം ഉണ്ടാവും. അറിയാത്ത ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ഒരിക്കലും നേടാനാവില്ല. അത് കേട്ട് നീലനാകെ പേടിച്ച് നിൽക്കുകയാണ്. അമ്മയോട് മറുത്തൊന്നും പറയാനുള്ളൊരു ധൈര്യം അവനില്ല. ഇന്ദു ആണെങ്കിലും അതുപോലെ ഭയത്തോടും ബഹുമാനത്തോടുമാണ് നിൽക്കുന്നത്. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ നീ ഹോട്ടൽ ആരംഭിക്കണം എന്ന് പറഞ്ഞത്, അപ്പോഴേക്കും ഹോട്ടൽ മടുത്തോ? എന്തിനാ നീ ഓട്ടോ ഓടിക്കാനൊക്കെ പഠിച്ചത്? അങ്ങനെയൊന്നുമില്ല അമ്മ, ചുമ്മാ ഓട്ടോ ഓടി പഠിക്കാമെന്ന് കരുതി മാത്രം പഠിച്ചതാണ്. നീ ഓട്ടോ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കട ആരാ നോക്കുക? അമ്മ, കടയിൽ ഡെക്ലേസും പായസവും ഇല്ലേ? അമ്മയല്ലേ അമ്മാവും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അയ്യോ, ഞാനത് മറന്നു. ശരി ശരി, അകത്തേക്ക് പോയിക്കോ, ഞാൻ അമ്മാവും വന്നതിന് ശേഷം കൂട്ടിയിട്ട് അകത്തേക്ക് വന്നോളാം. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് നീലൻ അകത്തേക്ക് പോയതാണ്. ഇന്ദു ആണെങ്കിൽ പയ്യെ അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്തുനിന്നാണ് മെല്ലെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ പിന്നീന്ന് വാസന്തി വിളിക്കുന്നുണ്ട്, ഏയ്. അപ്പോൾ ഇന്ദു തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ അവനോട് മാത്രമല്ലേ വരാൻ പറഞ്ഞത്? അല്ല അമ്മ, ഞാൻ രാവിലെ മുതൽ വലിയൊരു സവാരി ഓട്ടോ ഓടിച്ചിട്ട് വന്നതായിരുന്നു. അതിനുശേഷം എനിക്ക് നല്ല ക്ഷീണം പോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് കരുതി വന്നതാണ്. ശരി, അകത്തേക്ക് പോയിക്കോ. അവിടെ നിന്നിട്ട് ഇന്ദു ആലോചിക്കുകയാണ്, ലെറ്റർ എടുത്തിട്ട് പോണോ വേണ്ട? ആ ലെറ്ററിൽ നീലേട്ടൻ എന്നെക്കുറിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അമ്മ അത് വാങ്ങിയിട്ട് അമ്മ അത് വായിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വേണ്ട, ഇപ്പോൾ എടുക്കണ്ട. ഇന്ദു മനസ്സിൽ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വാസന്തി ചോദിക്കുന്നുണ്ട്, എന്താ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അകത്തേക്ക് പോയിക്കോ.
ശരി. ഇന്ദു അകത്തേക്ക് പോകുന്ന സമയത്ത് വാസന്തി മനസ്സിൽ ദേഷ്യത്തോടെ ചിന്തിക്കുകയാണ്. ഓഹോ, അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നിനൊന്നായിട്ട് ഇണപിരിയാതെയാണല്ലോ ചുറ്റി നടക്കുന്നത്. നടക്കട്ടെ നടക്കട്ടെ, നോക്കാം എവിടെ വരെ പോകുന്നു. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വാസന്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയിൽ ചേട്ടൻ വന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറൊരു വീടിന് മുന്നിലായിട്ടാണ് ഇറങ്ങിയത്. വാസന്തി അങ്ങോട്ട് പോയിട്ട് സ്നേഹത്തോടെ അയാളെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അയാൾ വാസന്തിക്കൊപ്പം നടക്കുകയാണ്. വാസന്തി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖാണോ ഏട്ടന്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം വീട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ഇതാണ് ഏട്ടൻ നമ്മുടെ വീട്. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയി. അയാളാണെങ്കിൽ ആ വീടൊന്ന് മുഴുവനായിട്ട് നോക്കുവാണ്. ഏട്ടനോട് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നടത്തേണ്ടി വന്നത്. വാ ഏട്ടാ, അകത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ആ സമയത്ത് രുക്മിണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുന്നിലായിട്ട് തന്നെ. രുക്മിണിയെ കണ്ടപ്പോൾ അയാളും ചെറുതായിട്ടൊന്ന് തലയാട്ടുവാണ്, പരിചയമുണ്ട് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ രുക്മിണിയാണെങ്കിൽ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ വാസന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വീട്ടിൽ അതിഥികൾ വരുന്ന സമയത്ത് ഇങ്ങനെ നടുവിൽ കുത്തനെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പ്രായമായാൽ മാത്രം പോരാ, തലയിൽ കുറച്ച് ആൾതാമസമൊക്കെ വേണം. ഏട്ടൻ അകത്തേക്ക് നടക്ക്, ഞാനും വരാം എന്നും പറഞ്ഞിട്ട് രുക്മിണിക്കിട്ടൊരു തട്ടുകൂടെ കൊടുത്തിട്ടാണ് വാസന്തി പോകുന്നത്. എന്താ സംഭവിക്കുക എന്നുള്ള ആകുലതയോട് കൂടിയാണ് രുക്മിണി നിൽക്കുന്നത്. നേരെ മുകളിലേക്കാണ് ഏട്ടനെയും കൂട്ടിക്കൊണ്ട് വാസന്തി വന്നത്. രാധിക ദാ ആരാ വന്നേ നോക്ക്. വാ ഏട്ടാ വാ, നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. ഏയ് രാധിക, നീ ഇതെവിടെ പോയി? വാ. മാമി ഇതാ ഞാൻ വന്നു എന്നും പറഞ്ഞ് രാധിക ഓടിക്കതച്ച് വരികയാണ്. അപ്പോഴേക്കും രാധികയുടെ അച്ഛനും വാസന്തി അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. രാധികയ്ക്ക് പിന്നാലെ തന്നെ നീലനും ഇന്ദുവും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മാവ സുഖാണോ, വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നീലനും സംസാരിച്ചപ്പോൾ അയാൾ തിരിച്ച് അവനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ദു പറഞ്ഞത്. ഇന്ദു അയാളോട് കുശലാന്വേഷണം പോലെ സംസാരിക്കുകയാണ്, അകത്ത് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അയാൾ ഇന്ദുവിന് മുഖം കൊടുക്കാതെ മുഖം മേലോട്ടേക്ക് മാറ്റുവാണ്. അത് കണ്ടിട്ട് ഇന്ദുവിനും നീലനും നല്ല വിഷമായിട്ടുണ്ടായിരുന്നു. കാരണം അയാളുടെ മകളുടെ ജീവിതം നശിപ്പിച്ച ഒരു പെൺകുട്ടിയായിട്ടാണ് ഇന്ദുവിനെ അയാൾ കാണുന്നത്. ഇന്ദു വേഗം അവിടെ നിന്നും പോവാണ്. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ഏട്ടാ വീട് മുഴുവൻ ഒന്ന് നോക്കി കണ്ടുകൂടായിരുന്നോ? ഇല്ല വാസന്തി, കുഴപ്പമില്ല. അപ്പോഴേക്കും ഇന്ദു അയാൾക്കുള്ള കുടിക്കാനുള്ള വെള്ളമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് നേരെ നീട്ടിയെങ്കിലും അയാളത് വാങ്ങിക്കുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റുവാണ്. അതിനുശേഷം അയാൾ വാസന്തിയോട് പറയാണ്, ഇത്രയും വലിയൊരു വീടുണ്ടാക്കിയിട്ടും എന്നോട് ഒരു തവണ പോലും പറഞ്ഞില്ലല്ലോ. അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറിയോ? അയ്യോ ഏട്ടാ, അങ്ങനെയല്ല. ഞാൻ ഏട്ടനോട് പറയണമെന്ന് കരുതിയതാണ്. അന്നത്തെ അവസ്ഥയിൽ എന്തോ പറയാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കേട്ടാ. അയാളൊരു പുച്ഛത്തോടെ നിൽക്കുകയാണ്. രാധിക അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാം ശരിയായതിനു ശേഷം ഒരു വിരുന്നിന് ഞാൻ ഏട്ടനെ ക്ഷണിക്കണം എന്നൊക്കെ കരുതിയതാണ്. അതിനുള്ളിൽ ഏട്ടൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അയാൾ തിരിച്ചു പറയാണ്, കല്യാണം മുടങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞു കാണില്ലേ? അതിനുള്ളിൽ ഇത്ര വലിയൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞോ? അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ഏട്ടാ വീട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, എൻ്റെ മരുമകൾ ഉണ്ടാക്കിയതാണ്. അത് കേട്ടതും രാധിക ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം മരുമകളായിട്ട് മാമി ശരിക്ക് ഇന്ദുവിനെ അംഗീകരിച്ചതുപോലെ ആയിരുന്നു മാമിയുടെ സംസാരം. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് അത് തന്നെയാണ് വാസന്തി പറയുന്നത്, എൻ്റെ മരുമകൾ ഇന്ദു ഉണ്ടാക്കിയ വീടാണ് ഏട്ടാ ഇത്. ഇന്ദു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ബാക്കി എല്ലാവരുടെയും മുഖത്ത് ചെറുതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാസന്തി ആണെങ്കിൽ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അവളുടെ സമ്പാദ്യം കൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ അവൾ ഉണ്ടാക്കിയ വീടാണിത്. കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇത്രയും വലിയൊരു വീടുണ്ടായിട്ട് ഞങ്ങൾ എന്തിനാ ആ ഒരു വാടക വീട്ടിൽ അത്രയും തിങ്ങി ഞെരുങ്ങി ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു ഏട്ടാ. അവർ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് കേൾക്കുകയാണ് രാധികയും അവളുടെ അച്ഛനും ഒക്കെ. അപ്പോൾ നീലൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വാസന്തി ഇങ്ങനെ ഇന്ദുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വീടുണ്ടായിട്ട് ഇവിടെ താമസിക്കണം എന്നായിരിക്കുമല്ലോ മരുമോളും ആഗ്രഹിക്കുക. ആ സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ ആ വീട് മൊത്തം ഇങ്ങനെ ചുറ്റും കണ്ണോടിക്കുകയാണ്. അതിനുശേഷം രാധിക പറയുന്നുണ്ട്, എന്താ മാമി ഇടയ്ക്കിടയ്ക്ക് വായി മരുമകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നാളെ ഇതേ വായ വെച്ച് എന്നെ മരുമകളാക്കുകയാണെന്ന് നിങ്ങളെ ഏട്ടനോട് പറയാൻ വേണ്ടി പോവുകയാണോ? അപ്പോൾ ശബ്ദം താഴ്ത്തിയിട്ട് മാമിയും പറയുന്നുണ്ട്, എടി അത് ഞാൻ ചുമ്മാ പറയുന്നതാടി. അവൾ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നത് കാണുന്നില്ലേ, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നമ്മളാ ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ വിശ്വസിക്കുന്നതാണോ നീ കരുതുന്നത്? ഓഹോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുത്ത് അവൾക്കൊരു കുത്ത് എന്ന രീതിയിൽ കൊടുക്കുന്നതാണോ? നീയൊന്നും മിണ്ടാതെ നിൽക്ക്. ഞാൻ എന്ത് ചെയ്താലും അതിൽ 1000 കാര്യങ്ങൾ ഉണ്ടാവും. അതെ ഉണ്ടാവും. ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും മാറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പായസം ഞാൻ തന്നെ ഉണ്ടാക്കും. വാസന്തി ചിരിക്കുകയാണ്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ ഏട്ടനോട് ചോദിക്കുകയാണ്, എന്താ ഏട്ടാ പെട്ടെന്ന് വന്നത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അത് കേട്ടതും അയാൾ ചിരിക്കുകയാണ്. എന്താ ഏട്ടാ ചിരിക്കുന്നത്? അതെന്താ വാസന്തി, ആരോ താല്പര്യമില്ലാത്ത ആൾ വീട്ടിൽ വന്നതുപോലെ നീ ചോദിക്കുന്നത്? അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ഏട്ടൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രാധിക ഇവിടെയല്ലേ ഉള്ളത്?
അവൾക്കോ അവളുടെ അച്ഛനെ കാണണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് എൻ്റെ മകളെ കാണണം എന്നുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും ഏട്ടാ. പക്ഷെ സാധാരണയായിട്ട് ഏട്ടൻ ഫോൺ വിളിച്ചിട്ട് അവളോട് അങ്ങോട്ട് വരാനല്ലേ പറയാറുള്ളത്. ഇതിപ്പോൾ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണല്ലോ. എന്തെങ്കിലും വിശേഷമുണ്ടോ ഏട്ടാ? അതേ വാസന്തി, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സെൽവൻ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പയ്യന് ബാങ്കിലാണ് ജോലി, നല്ല ബന്ധമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് കരുതിയിട്ട് നാളെ രാവിലെ 11 മണിക്ക് വരാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് പെണ്ണ് കാണാൻ. അത് കേട്ടതും രാധിക ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നീലൻ്റെ ഇന്ദുവിൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയായിരുന്നു. കാരണം അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെണ്ണ് കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ഡേറ്റ് കുറിച്ച് കല്യാണം നടത്താമെന്നാണ് കരുതുന്നത്. അത് കേട്ട സമയത്ത് രാധികയുടെ മുഖത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. അവൾ മാമിയെ നോക്കിയപ്പോൾ മാമിയും ഇതെങ്ങനെ ഏട്ടനോട് പറയാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിന്നോട് കാര്യം പറഞ്ഞിട്ട് ഇപ്പം തന്നെ രാധികയും കൂട്ടിയിട്ട് പോവാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പം അവൾ അച്ഛനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ, എനിക്ക് ഇപ്പോൾ കല്യാണത്തിന് ധൃതിയൊന്നുമില്ല അച്ഛാ, കുറച്ചുകൂടി കഴിയട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് രാധിക, നീ ഇതുവരെ കല്യാണം മുടങ്ങിപ്പോയതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഈ 3 മാസ കാലയളവ് ഞാൻ നിന്നെ ഒന്നും തന്നെ പറയാതിരുന്നത്. ഇപ്പോൾ നല്ലൊരു വിവാഹബന്ധമാണ് വന്നിരിക്കുന്നത്. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവർ ഇങ്ങോട്ട് വന്നിട്ട് ആലോചിച്ചതാണ്. ഇത് വേണ്ട എന്ന് പറഞ്ഞ് മുടക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല. എന്താ വാസന്തി നിന്റെ അഭിപ്രായം? ഏട്ടാ, അത് പിന്നെ രാധിക പാവമുണ്ട് ഏട്ടാ, അവളുടെ മനസ്സൊക്കെ ആകെ വിഷമിച്ച്. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട അച്ഛാ. രാധിക അപ്പോഴേക്കും ഇടയിൽ കയറുകയാണ്. വേണ്ടാന്ന് വെച്ചാ, നിനക്ക് കല്യാണത്തിനുള്ള പ്രായമായത് നിനക്കറിയാമോ? നിനക്ക് നല്ലൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തി നിനക്ക് കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കടമ കഴിഞ്ഞെന്ന് എനിക്ക് സന്തോഷത്തോടെ ചിന്തിക്കാം. നിങ്ങളുടെ കടമ നിർവഹിക്കണമെന്ന് കരുതി എന്നെക്കൊണ്ട് കല്യാണം കഴിക്കാനൊന്നും സാധിക്കില്ല അച്ഛാ. വേറെ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇനിയും എത്ര കാലം വാസന്തിയുടെ വീട്ടിൽ ജീവിക്കണം എന്നാണ് നീ കരുതുന്നത്? വാസന്തി പേടിയോടുകൂടി രാധികയെ നോക്കുകയാണ്. കാരണം ഏട്ടന് മുന്നിൽ മറുത്ത് സംസാരിക്കാൻ അവർക്കുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് ഇനിയൊരു ജീവിതം വേണ്ടേ? അല്ലെങ്കിൽ നാടും നാട്ടുകാരൊക്കെ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? അപ്പോൾ നീലനാണ് രാധികയോട് സംസാരിക്കുന്നത്. അമ്മാവൻ പറഞ്ഞതിലും കാര്യമുണ്ട് രാധിക. കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നിനക്കൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാക്കി തരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേറൊരു വിവാഹബന്ധം ആലോചിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഇങ്ങോട്ട് ഇത്രയും നല്ലൊരു ആലോചന വന്നപ്പോൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ വാസന്തിയും രാധികയും ദേഷ്യത്തോടു കൂടി നീലനെ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കെന്തോ ഇതൊരു നല്ല ആലോചനയായിട്ടാണ് തോന്നുന്നത്. ഇത് നീ അംഗീകരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, നീലൻ പറഞ്ഞത് കേട്ടില്ലേ? എപ്പോഴും എന്തു പറയുമ്പോഴും നീലൻ പറയുന്നത് ശരിയെന്നല്ലേ നീ പറയാറുള്ളത്. ഇപ്പം അവൻ തന്നെ പറഞ്ഞില്ലേ, ഇനി എന്താ വേണ്ടത്? ഇന്ദു പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി നീലനെ നോക്കുവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരി, നാളെ നിങ്ങളെല്ലാവരും പെണ്ണ് കാണുന്ന ചടങ്ങാവുമ്പോഴേക്കും വന്നാൽ മതി. ഞാനിപ്പോൾ കൈയോടെ രാധികയും കൂട്ടിക്കൊണ്ട് പോവാം. അച്ഛാ, ഇല്ല, എന്നെക്കൊണ്ട് ഇത്രയും പെട്ടെന്ന് മനസ്സ് മാറ്റാനൊന്നും സാധിക്കില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം അച്ഛാ. ഇങ്ങോട്ട് നോക്ക് രാധിക, ഞാൻ നന്നായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നീ അനുസരിച്ചാൽ നിനക്ക് നല്ലത്. എൻ്റെ ദേഷ്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന അളവിൽ നീ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കാര്യത്തിൽ തലയിടുകയാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. രാധികയും വാസന്തിയും ദേഷ്യത്തോടെ ഇന്ദുവിനെ നോക്കുവാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ തകർത്തത് അവളാണല്ലോ. അപ്പോൾ ഇന്ദു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ മുൻകൈ എടുത്ത് ഇക്കാര്യം നിന്നോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യമുണ്ട്, അച്ഛൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നല്ലൊരു വിവാഹ ആലോചന വന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. രാധിക മറുത്തൊന്നും പറയാതെ ദേഷ്യത്തോടെയാണ് ഇന്ദുവിനെ നോക്കുന്നത്. നിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇത് എത്രത്തോളം സങ്കടമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാധിക. പക്ഷേ ഇതൊക്കെ മുന്നോട്ടേക്ക് പോയാലേ പറ്റൂ, അതല്ലേ ജീവിതം. നിനക്കായിട്ട് സ്വന്തമായിട്ടൊരു നല്ല ജീവിതം ഉണ്ടാവണം. ഇന്ന് നിനക്കിത് ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടം തോന്നുമെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും നിനക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിനക്ക് മനസ്സിലാവും. രാധിക കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് ഇന്ദുവിനെ നോക്കുന്നത്. വാസന്തി ആണെങ്കിൽ വേറെ ഏതോ ലോകത്തെന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ രാധികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ വാസന്തി, നിന്റെ മകനും മരുമകളും ഞാൻ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അവളോടും ആ കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷെ നീ എന്താ ഒന്നും മിണ്ടാതെ അനങ്ങാതിരിക്കുന്നത്? ഏട്ടൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാധിക അവളുടെ മനസ്സ് മാറാൻ കുറച്ച് സമയമാണ് ചോദിക്കുന്നത്. എനിക്കും അത് ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറയാണ്, ഇപ്പം എന്താ, നാളെ തന്നെ കല്യാണ മണ്ഡപത്തിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് താലി കെട്ടുന്ന കാര്യത്തെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത്? നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. പെണ്ണും ചെക്കനും പരസ്പരം കാണട്ടെ. അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിശ്ചയം നടത്താം. ഇനി അവർക്ക് തിരക്കില്ലെങ്കിൽ കല്യാണം ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് നടത്തിയാലും മതി. എന്താ പറയുന്നത്, ശരിയല്ലേ?
അപ്പോൾ ഏട്ടനോട് ഇനിയൊന്നും പറയാനാവില്ലെന്ന് കരുതിയിട്ട് വാസന്തി പറയാണ്, ആ ശരിയാണ്. മാമിയാണെങ്കിൽ അച്ഛന് സപ്പോർട്ടായിട്ട് സംസാരിച്ചത് കേട്ടതും രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ കൊണ്ട് കാണിക്കുകയാണ് പറയുന്ന അർത്ഥത്തിൽ. പക്ഷെ പേടിയോടെ നിൽക്കുകയാണ് വാസന്തി, ഒന്നും പറയാനാവാതെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരി എങ്കിൽ രാധികയും കൂട്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ പോവാണ്. അമ്മയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് നാളെ രാവിലെ തന്നെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും മുൻപിൽ നിന്നിട്ട് ഇതൊക്കെ നടത്തി തരണം. ഇന്ദുവാണ് മറുപടി പറയുന്നത്. അവൾ പുഞ്ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ മുൻപന്തിയിൽ നിന്ന് ചെയ്യും. വാ രാധി, പോകാം. ഞാൻ വരില്ല അച്ഛാ. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് എന്നോട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിൻ്റെ ഒക്കെ അർത്ഥം? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നാളെ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് രാധി. 11 മണിക്കല്ലേ അച്ഛാ വരുള്ളൂ, അപ്പോഴേക്കും ഞാൻ വന്നോളാം. അത് കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ദുവിനൊക്കെ ആകെ ടെൻഷനും കൺഫ്യൂഷനും ആവുകയാണ് രാധികയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ അയാളാണെങ്കിൽ രാധികയെ നോക്കുന്ന സമയത്ത് വാസന്തി അവൾക്കൊപ്പം ചേർന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ അവൾ പറഞ്ഞത് ശരിയല്ലേ, 11 മണിയാകുമ്പോഴേക്കല്ലേ വരുള്ളൂ, അപ്പോഴേക്കും അവളവിടെ എത്തിക്കോളും. പെട്ടെന്ന് വന്നിട്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടല്ലോ. അതും ഈ കാലത്തിലുള്ള പെൺകുട്ടിയല്ലേ, ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടേ വരാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് വന്നോട്ടെ ഏട്ടാ. നാളെ രാവിലെ നീലനോട് ഞാൻ തന്നെ രാധികയെ അവിടെ വിടാൻ പറയാം. എന്താ നീല, അങ്ങനെ ചെയ്താൽ പോരെ? അപ്പോൾ അവനും പറയുന്നുണ്ട്, ശരി അമ്മാവ, ഞാൻ നാളെ രാവിലെ രാധികയെ അങ്ങോട്ട് കൊണ്ടുവിടാം. ശരി, നാളെ രാവിലെ അവൾ വീട്ടിലുണ്ടാവേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നീലനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത് വാസന്തിയോട് യാത്ര ചോദിച്ചിട്ട്. രാധിക നാളെ രാവിലെ പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. നീലൻ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവിടുന്നത്. ഇന്ദുവിനോട് യാത്രയൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ രാധികയോടും യാത്ര ചോദിക്കുന്നുണ്ട്. അവർ പോയതിന് ശേഷം ഇന്ദു വേഗം അവിടുന്ന് പോവാണ്. അപ്പോൾ നീലനാണ് അദ്ദേഹത്തെയും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നീലനോട് അദ്ദേഹം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നീല, പയ്യൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പയ്യൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു ബന്ധം നടക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സമാധാനമാവുമായിരുന്നു നീല. എല്ലാം നന്നായിട്ട് നടക്കും അമ്മാവ. അപ്പോഴേക്കും രുക്മിണി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. രുക്മിണിയെ കണ്ട സമയത്ത് നീലനാണെങ്കിൽ ഞാൻ പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അദ്ദേഹവും രുക്മിണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡിലേക്ക് പോവാണ്. രുക്മിണിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞത് പ്രകാരം അദ്ദേഹം വന്നല്ലോ എന്ന് കരുതിയിട്ട്. ആ ഒരു മനസ്സംതൃപ്തിയോട് കൂടിയാണ് അവരവിടെ നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.